الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. وقال النبي صلى الله عليه وسلم ألا إن الدنيا عرض حاضر يأكل منها البر والفاجر ألا وإن الآخرة أجل صادق يقضي فيها الملك القادر ألا إن الخير كله بحذافيره في الجنة ألا وإن الشر كله بحذافيره في النار أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ തിന്മകളെ നന്മയാക്കി മറിക്കാൻ ഈ മജ്ലിസിനെ അല്ലാഹു കാരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്കെല്ലാവർക്കും ഒരവസരം നൽകിയിരിക്കുകയാണ്. ജീവിതം ഒരവസരമാണ്. ഈ ജീവിതത്തിൻ്റെ പ്രത്യേകത ഒരവസരമേ ഉള്ളൂ. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുകയില്ല. ഈ അവസരം അല്ലാഹുവാണ് നൽകിയത്. എല്ലാ മനുഷ്യർക്കും അല്ലാഹു തആലയാണ് അവസരങ്ങൾ നൽകിയത്. വ്യത്യസ്തമായ സമയങ്ങൾ, വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യത്യസ്തമായ ഗോത്രങ്ങളിൽ അല്ലാഹുവാണ് നമ്മളെ അയച്ചത്. തീർച്ചയാണ് ഒരു ദിവസം അല്ലാഹുവിലേക്ക് വീണ്ടും മടങ്ങാനുള്ളതാണ്. ഇഷ്മാ ശിഅ്ത ഫഇന്നക മയ്യിതുൻ. നബിയെ, താങ്കൾ എത്ര നാൾ ജീവിച്ചാലും ഒരു ദിവസം താങ്കളും അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. വഹ്ബിം മൻ ശിഅ്ത ഫഇന്നക മുഫാരിഖും ബിഹിം. താങ്കൾ ആരെ സ്നേഹിച്ചാലും ഒരു ദിവസം വേർപിരിയാനുള്ളതാണ്. കുല്ലു ബിനി ഉൻസാ വഇൻ താലത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാഅ മഹ്മൂലു. നിന്റെ ജീവിതം എത്ര സുഖത്തിലായി സന്തോഷത്തിലായി നീണ്ടുപോയാലും ഒരു ദിവസം നിന്നെ മയ്യിത്ത് കട്ടിൽ ചുമക്കാനുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും ഒരു ദിവസം അവൻ്റെ തുടക്കമുള്ളതുപോലെ ഒരു ദിവസം ഒടുക്കവുമുണ്ട്, മടക്കവുമുണ്ട്. എല്ലാ മനുഷ്യർക്കുമുണ്ട്. فإذا النفوس تغرغرت هنالك تعلم موقنا ما كنت إلا في غرور. മനുഷ്യൻ്റെ റൂഹ് പിരിയുന്ന സമയത്ത് തൊണ്ടയിൽ നിന്നുണ്ടാകുന്ന ശബ്ദമാണ് ഗർഗർ. അപ്പോൾ നിനക്ക് മനസ്സിലാകും, ഹുനാലിക തഅലമു മൂഖിന. ആ സമയത്ത് നിനക്ക് ഉറപ്പാകും, നിനക്ക് മനസ്സിലാകും, മാ കുൻത ഇല്ലാ ഫി ഗുറൂരി. നീ വഞ്ചനയിലായിരുന്നു, നീ വഞ്ചിക്കപ്പെടുകയായിരുന്നു, നിന്റെ ജീവിതം താൽക്കാലികമായിരുന്നു എന്ന് ആ സമയത്ത് നിനക്ക് വ്യക്തമാകും. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരു ദിവസം അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. മരണം എന്നുള്ളത് വളരെ അടുത്തുള്ളതാണ്. അൽ മൗതു അദ്നാ മിൻ ശിറാഖി നിഅലി. മടക്കം ദൂരത്തുള്ള സമയത്തല്ല, മരണം, നിന്റെ മടക്കം അത് ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നീയുമായിട്ട് അടുത്തതാണ്. ഒരു സഹാബി തൻ്റെ ഉമ്മയുടെ കൂടെ വീടിൻ്റെ മതിൽ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. തങ്ങൾ ചോദിച്ചു, എന്ത് ചെയ്യുകയാണ്? നബിയെ, മറഞ്ഞുപോയ മതിലിനെ നന്നാക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ഇനി അത് വീണ്ടും മറയാൻ സാധ്യതയുണ്ട്, എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ നിന്നിലേക്ക് മരണം എത്തിച്ചേരുന്നതാണ്, ഓരോരുത്തരിലേക്കും വരുന്നതാണ്. അൽ മൗതു യഅതി ബഗ്ത. മരണം വേഗത്തിലാണ് വരുന്നത്.
വളരെ അടുത്ത് വരുന്നതാണ്, ഓരോ മനുഷ്യർക്കും വരുന്നതാണ്. ആർക്കും അത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവർ പരിശ്രമിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുൽ മൗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ, വീണ്ടും റൂഹിനെ തിരിച്ചു നൽകുവാൻ ലോകത്താർക്കും സാധിക്കുകയില്ല. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാവർക്കും ഒരു ദിവസം അന്ത്യമുണ്ട്. മനുഷ്യനുമുണ്ട്, മലക്കിനുമുണ്ട്, ജിന്നിനുമുണ്ട്, എല്ലാവർക്കും അന്ത്യമുണ്ട്. ഹദീസിൽ വരുന്നുണ്ട്, ഖിയാമത്താകുമ്പോൾ മുഴുവൻ മനുഷ്യരും സൃഷ്ടികളും നശിക്കും. പിന്നെ അള്ളാഹ് ചോദിക്കും, മൻ ബഖി, മലക്കുൽ മൗത്ത് ഇനി ആരാ ബാക്കിയുള്ളത്? അള്ളാഹി ഞാനുണ്ട്, ഇസ്രാഫീലുണ്ട്, ജിബ്രീലുണ്ട്, മികായിലുണ്ട്, ഞങ്ങൾ 4 പേരുമുണ്ട്, നീയുമുണ്ട്. ഇവരും നിന്റെ സൃഷ്ടികളാണ്. മലക്കുൽ മൗത്തിനോട് അവരുടെ റൂഹിനെ പിടിക്കാൻ പറയും. പിന്നെയും അള്ളാഹ് ചോദിക്കും, മൻ ബഖി, ഇനി ആര് ബാക്കിയുണ്ട്? അള്ളാഹുവേ, നീയും എന്നെന്നും ജീവിച്ചിരിക്കുന്ന നിലനിൽക്കുന്ന നീയും ഞാനും ബാക്കിയുണ്ട്. ഹദീസിൽ വരുന്ന അള്ളാഹു തആല പറയും, നീയും മരിക്കിൻ, നീയും എൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന് ഒരാളെ മരിപ്പിക്കാൻ ഒരു മലക്കുൽ മൗത്തിൻ്റെയും ആവശ്യമില്ല. അള്ളാഹു മരണത്തിന് മരണം നൽകുന്നവനാണ്. അവൻ ആരിലേക്കും ആവശ്യക്കാരനല്ല. ലോകത്തെല്ലാ സൃഷ്ടികളും അവസാനിക്കും. ഹദീസിൽ വരുന്നുണ്ട്, മലക്കുൽ മൗത്ത് മരിച്ചു വീഴുമ്പോൾ ആ ശബ്ദം സൃഷ്ടികൾ കേട്ടിരുന്നെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കാരണം മരിച്ചു പോകുമായിരുന്നു. അല്ലാഹു തആല അവൻ മാത്രം. ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, അല്ലാഹു തആല ചോദിക്കും, എവിടെയാണ് അടക്കി ഭരിച്ച രാജാക്കന്മാർ? ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് അധികാരമാർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഉടമസ്ഥനായ അല്ലാഹു മാത്രം ബാക്കി മുഴുവൻ സൃഷ്ടികളും നശിക്കാനുള്ളതാണ്. ഒരു ദിവസം നമ്മുടെ ജീവിതം തീർച്ചയാണ്, നാം എത്ര നാൾ ജീവിച്ചിരുന്നാലും ഒരു ദിവസം അള്ളാഹുലേക്ക് മടങ്ങാനുള്ളവരാണ്. നമ്മളെ എന്ന് പറയുന്ന വസ്തുക്കളെ വേർപിരിയാനുള്ളതാണ്. എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ കച്ചവടം, ഞാൻ എന്നിലേക്ക് ചേർത്ത് എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം വിട്ട് ഒറ്റയ്ക്ക് അള്ളാഹുലേക്ക് മടങ്ങാനുള്ളതാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു തആല അൻഹു ഒരു ഖബറിൻ്റെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ തൻ്റെ ശിഷ്യൻ കുമയിലും കൂട്ടത്തിലുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു ആ ഖബറാളികളെ മുൻനിർത്തി അദ്ദേഹം സംസാരിച്ചു. യാ അഹ്ലൽ ഖുബൂർ, ഖബറിലെത്തിയവരെ, മൽ ഖബറു ഇൻദകും, എന്താ നിങ്ങളുടെ ഖബറിലെ വിശേഷം? നിങ്ങളുടെ മരണശേഷം എന്താ നിങ്ങളുടെ ഖബറിലെ വിശേഷം? വൽ ഖബറു ഇൻദനാ, നിങ്ങൾ പോയ ശേഷം ഞങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ സമ്പത്തിനെ വീതം വെച്ചു. നിങ്ങളുടെ സ്വന്തം സമ്പത്ത് എന്ന് പറഞ്ഞതിനെ അതിനെ വീതം വെച്ചു. നിങ്ങളുടെ മക്കൾ യതീമായി, നിങ്ങളുടെ സ്ത്രീകളെ മറ്റുള്ളവർ വിവാഹം കഴിച്ചു. മൽ ഖബറു ഇൻദകും, എന്താ നിങ്ങളുടെ ഖബറിലെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, അഥവാ ഈ ഖബറാളികൾ അവർ സംസാരിക്കുമായിരുന്നു, നിങ്ങൾ പറയുമായിരുന്നു, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഞങ്ങൾ ഖബറിൽ കൊണ്ടുപോയതിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്ത് തഖ്വയാണ്, ദീനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ കുമൈലെ അൽ ഖബറു സുന്ദൂഖുൽ അമൽ, അൽ ഖബറു സുന്ദൂഖുൽ അമൽ വഇൻദൽ മൗതി യതീകൽ ഖബർ, ഖബർ അത് അമലിൻ്റെ പെട്ടിയാണ്, അമൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അത് മനസ്സിലാകണമെങ്കിൽ മരണം എത്തണം. അൽ ഖബറു സുന്ദൂഖുൽ അമൽ വഇൻദൽ മൗതി യതീകൽ ഖബർ, നിന്റെ മരണമാകുമ്പോൾ നിനക്ക് മനസ്സിലാകും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ എന്ന് പറഞ്ഞത് എൻ്റെ ദീൻ, എൻ്റെ അമലുകൾ മാത്രമാണ്. അത് തീർച്ചയാണ് നമ്മൾ മുഴുവൻ വസ്തുക്കളെ വിട്ടുപിരിയാനുള്ളതാണ്. ഹാറൂൻ റഷീദ് രാജാവ് വലിയ രാജാവായിരുന്നു, ദീനിയായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തോടടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ അടക്കാനുള്ള ഖബറൊന്ന് കാണിക്കും, ഞാൻ പോയി കിടക്കാനുള്ള ഖബറൊന്ന് കാണിക്കും. വലിയ രാജാവായിരുന്നു, വലിയ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു. മേഘങ്ങളെ നോക്കി അദ്ദേഹം പറയുമായിരുന്നു, മേഘമേ, നീ എവിടെ പോയി മഴ പെയ്താലും അതിൽ നിന്ന് ഉണ്ടാകുന്ന സസ്യത്തിൻ്റെ ധാന്യത്തിൻ്റെ ടാക്സ് എൻ്റെ ഖജനാവിലെത്തും. അത്രയും വലിയ പ്രവിശ്യയുടെ ഭരണാധികാരി. പക്ഷെ അദ്ദേഹം ഖബർ കണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം പറയാൻ തുടങ്ങി, എൻ്റെ സമ്പത്തോ എൻ്റെ അധികാരം ഒരു പ്രയോജനമില്ലല്ലോ, ഞാൻ പോകേണ്ട സ്ഥലം ഇതാണല്ലോ.
തീർച്ചയാണ് നമ്മൾ മുഴുവൻ വസ്തുക്കൾ വേർപിരിയാനുള്ളതാണ്. നമ്മുടെ എന്ന് പറയുന്ന വസ്തുക്കൾ വിട്ടിട്ട് ഒറ്റക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. അന്ന് രണ്ടായി മനുഷ്യൻ തിരിയും. ചിലർ വലിയ ഭാഗ്യവാന്മാർ. അവർ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ദിവസം അവർ രാജകീയമായി വിട പറയും. ചില ആളുകൾ അവരുടെ വിട പറയുന്ന ദിവസം പെരുന്നാൾ ദിവസമായിരിക്കും. എന്ന് പറഞ്ഞാൽ തീരാത്ത സന്തോഷം ആരംഭിക്കുന്ന ദിവസം. ദുനിയാവിൽ നിന്ന് ഈമാനോടെ വിട പറയുന്ന ചില മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളെ വിട പറയുന്ന ദിവസം, അതാണ് അവരുടെ പെരുന്നാൾ ദിവസം. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ വാ സുറൂറ വാ ഫർഹത, മരണസമയം ഭാര്യ അടുത്തിരുന്ന് എൻ്റെ ഭർത്താവിൻ്റെ വേർപാടെന്ന് പറഞ്ഞ് കരയുമ്പോൾ സഹാബി ബിലാൽ റളിയല്ലാഹു തആല സന്തോഷ ആധിക്യത്തിൽ പറയുന്നു, വാ ഫുറൂറ വാ ഫർഹത വാ സുറൂറ, എൻ്റെ സന്തോഷമേ, എൻ്റെ ആഹ്ലാദമേ, ഗദൻ നൽഖൽ അഹിബ്ബ, നാളെ എൻ്റെ ആത്മമിത്രങ്ങളെ ഹബീബായ തങ്ങളെ കാണാൻ പോവുകയാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമായപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ അല്പസമയം എൻ്റെ അടുക്കൽ നിന്ന് മാറി നിൽക്കിൻ, ഞാൻ ചില മുഖങ്ങൾ കാണുന്നു, നിങ്ങൾ കാണാത്ത ചിലരെ ഞാൻ കാണുന്നു. മലക്കുകളെ കണ്ട് രാജകീയമായി സന്തോഷവാൻ അല്ലാഹുവിലേക്ക് മടങ്ങി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ജീവിതത്തെ ചിട്ടപ്പെടുത്തി വലിയ സുഖത്തിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അത് ജീവിതത്തെ മാറ്റിമറിച്ചു. മരണസമയമായപ്പോൾ അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങി. തിൽക ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഈ ആയത്ത് ഓതി അദ്ദേഹം അല്ലാഹുവിലേക്ക് യാത്രയായി. അദ്ദേഹം അവസാനമായി മലക്കുകളെ മുഖത്ത് നോക്കി അദ്ദേഹം പറയുന്നു, മർഹബൻ ബിഹാദിഹിൽ വുജൂഹ്, മർഹബൻ ബിഹാദിഹിൽ വുജൂഹ് ലൈസത് വുജൂഹുൽ ജാന്നി വൽ ഇൻസ്. ഈ മുഖങ്ങൾക്ക് സർവപൂർവമായ സ്വാഗതം വരിൻ. ഇത് മനുഷ്യന്റെ മുഖമല്ല, ഇത് മനുഷ്യരുടെ മുഖമല്ല. മലക്കുകളെ കണ്ട് മർഹബ പറഞ്ഞ് അവരെ സ്വീകരിച്ച് ആഹ്ലാദഭരിതനായി അല്ലാഹുവിലേക്ക് യാത്രയായി. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ശക്തമായ ഒരു കാറ്റടിച്ച് വീശുകയും ഒരു കടലാസിന്റെ കഷ്ണം ഒന്ന് വീഴുകയും ചെയ്തു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, അമാനും മിനല്ലാഹി ലിഉമർ ബിൻ അബ്ദുൽ അസീസ് മിനന്നാർ. ഉമർ ബിൻ അബ്ദുൽ അസീസിന് നരകത്തിന്റെ മോചനത്തിന്റെ സന്തോഷ വാർത്ത. ജീവിതത്തെ ചിട്ടപ്പെടുത്തി മടങ്ങി അല്ലാഹുവിലേക്ക് രാജകീയമായി. എത്രയോ ചരിത്രങ്ങൾ കാണാം. നേരെ മറിച്ച് ജീവിതത്തിന്റെ അവസരങ്ങളെ പാഴാക്കിയവർ, അവരും ഈ ലോകത്ത് യാത്രയായിട്ടുണ്ട്. അവരുടെ യാത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ആരംഭമായിരിക്കും. ആ ദുഃഖത്തിൽ ഒരാൾ പങ്കുചേരുകയില്ല. ആ ദുഃഖം ആരെയും അറിയിക്കാൻ സാധിക്കുകയില്ല. ഒറ്റയ്ക്ക് ആ ദുഃഖിതനായി അവൻ്റെ അവസാനത്തെ ദിവസം മുതൽ എന്നേക്കുമായി ദുഃഖത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മിലേക്കും ഒരു ദിവസം ഇതുപോലെ എത്തിച്ചേരുന്നതാണ്. മരണം നമ്മിലേക്കും എത്തിച്ചേരും. അൽ മൗതു യഅതി ബഗ്ത, മരണം വേഗത്തിൽ വരുന്നതാണ്. രണ്ട് കാര്യങ്ങൾ അത് പെട്ടെന്ന് വരുന്നതാണ്. ഒന്ന് ഖിയാമത്താണ്. കലംഹിൽ ബസർ, കണ്ണിങ്ങനെ ഇമവെട്ടി തുറക്കുന്നത് പോലെ പെട്ടെന്ന് ഖിയാമത്ത് സംഭവിക്കും. രണ്ട്, കച്ചവടക്കാർ തുണി ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ അത് വാങ്ങിക്കുന്നാൽ തൻ്റെ കയ്യിലെത്തുന്നതിന് മുമ്പേ ഖിയാമത്ത് സംഭവിച്ചു പോകും. രണ്ട് മരണമാണ്. മരണം പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണമെന്നില്ല. അത് വേഗത്തിൽ സംഭവിക്കും. അതോടുകൂടി അവൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. ഖബറോടുകൂടി അവൻ്റെ ആഖിറം ആരംഭിക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മനുഷ്യൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന രാത്രികളിൽ, അവൻ കണ്ടുമുട്ടുന്ന പകലുകളിൽ ഏറ്റവും ഗൗരവമുള്ള രാത്രി ഖബറിലേക്ക് വെക്കപ്പെട്ട് എത്തുന്ന ആദ്യത്തെ രാത്രിയാണ്. നാം കണ്ടുമുട്ടാനുള്ളതാണ്. പല രാത്രികൾ കണ്ടവരാണ്. സന്തോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെ പല രാത്രികൾ കണ്ടവരാണ്. ഇനി ഇങ്ങനെയും ഒരു രാത്രി നമ്മുടെ മുന്നിൽ വരാനുണ്ട്. നമ്മുടെ മയ്യിത്ത് ഇറക്കി വെച്ച് നമ്മുടെ മക്കൾ, പിഞ്ചു മക്കളടക്കം കൈകൊണ്ട് മണ്ണ് വാരി നമ്മുടെ ഖബറിന്റെ പുറത്തിട്ട് നമ്മൾ ഖബറിൽ ചെല്ലുന്ന ആദ്യത്തെ രാത്രി, ഒരു പകൽ ഇങ്ങനെയും വരാനുണ്ട്. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ മഹ്ശറിൽ നിൽക്കുന്ന പകൽ. ഈ രാത്രിയും പകലുമാണ് മനുഷ്യൻ കണ്ടുമുട്ടുന്ന ഏറ്റവും ഗൗരവമുള്ള രാത്രിയും ഏറ്റവും ഗൗരവമുള്ള പകലും.
നമ്മുടെ മുന്നിൽ വരാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ യാത്രക്കാരാണ്, ദുന്യാവിൽ താൽക്കാലികമായി വന്നവരാണ്. ഒരവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഈ അവസരം തീരും, യാതൊരു സംശയമില്ല. വേഗത്തിൽ വേഗത്തിൽ അവസരം തീർന്നുകൊണ്ടിരിക്കാൻ. വളരെ വേഗത്തിൽ നമ്മളെയും കൊണ്ട് പോവുകയാണ്. ഓരോ രാത്രിയും പകലും നമ്മൾ അറിയാതെ നമ്മളെയും കൊണ്ട് യാത്ര ചെയ്യുകയാണ്. നിന്റെ വാച്ചിന്റെ ഓരോ കറക്കവും പൂർത്തിയാകുമ്പോൾ നിന്നോട് പറയുന്നുണ്ട്, എന്റെ കറക്കം പൂർത്തിയാകുമ്പോൾ നിന്റെ ആയുസിനെ തീർത്തുകൊണ്ടാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? ആഖിറത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓരോരുത്തരെയും കൊണ്ടുപോവുകയാണ് ആഖിറത്തിലേക്ക്. ആഖിറം എന്താണ്? അത് യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുകയാണ്. യൗമുൽ ഖിയാമ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ആഖിറം വിശാലമായി പരിചയപ്പെടുത്തുന്നു. യൗമുൽ ഖിയാമ, യൗമുൽ ബഅസ്, യൗമുൽ ഖുറൂജ്, യൗമുൽ ഹസ്റ, യൗമുത് തനാദ്, യൗമുത് തലാഖ്, യൗമുത് തഗാബുൻ, യൗമുൽ ആസിഫ. ഇങ്ങനെ ഖുർആൻ അല്ലാഹു തആല ആ ദിവസത്തെ പരിചയപ്പെടുത്തുകയാണ്. അത് ദുഃഖത്തിന്റെ ദിവസമാണ്, അത് വേർപിരിയുന്ന ദിവസമാണ്, അത് സഹായമില്ലാത്ത ദിവസമാണ്, അത് എന്നെന്നും ഒറ്റക്കാകുന്ന ദിവസമാണ്. എങ്ങനെ ഖുർആൻ ആ ദിവസത്തെ പരിചയപ്പെടുത്തുകയാണ്. ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്സനു ലഹും ഫയഅ്തദിറൂൻ ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ. ഈ ദിവസം ഇത് ആർക്കും സംസാരിക്കാൻ, സ്വന്തമായി സംസാരിക്കാൻ അവസരം കിട്ടാത്ത ദിവസമാണ്. ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്സനു ലഹും ഫയഅ്തദിറൂൻ. കാരണങ്ങളൊന്നും സ്വീകരിക്കാത്ത ദിവസമാണ്. ഹാദാ യൗമുൽ ഫസ്ൽ, ഇത് വിധിയുടെ ദിവസമാണ്. അന്ന് വേർതിരിക്കും. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ചിലരെ അക്രമികളായി മാറ്റി നിർത്തും, ചിലരെ നല്ലവരായി മാറ്റി നിർത്തും. രണ്ടായി വേർതിരിക്കുന്ന ദിവസമാണ്. ഇത് ഓരോരുത്തരും മുന്നിൽ വരാനുള്ളതാണ്. അന്ന് സഹായികളില്ല. ഫഇദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. സൂർ ഉദപ്പെട്ട് കഴിഞ്ഞാൽ ഫഇദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും, പിന്നെ മനുഷ്യർക്കിടയിൽ ബന്ധങ്ങളൊന്നുമില്ല. സ്നേഹബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഒരു ബന്ധവുമില്ല. സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി തആലയോട് പറഞ്ഞു, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്, നബിയുടെ പരമ്പരയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധം നബിയുടെ കുടുംബമായിട്ടാണ്. നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫഇദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അന്ന് ഒരു ബന്ധവും പ്രയോജനം ചെയ്യാത്ത ദിവസമാണ്. ഒരു ബന്ധവും പ്രയോജനം ചെയ്യുകയില്ല. ഹദീസിൽ വരുന്നുണ്ട്, ഒരു മനുഷ്യനെ നന്മയും തിന്മയും തൂക്കുമ്പോൾ ഒരു അണുമണി തൂക്കം, ഒരു ചെറിയ ഹസൻ നന്മ കുറഞ്ഞുപോയി. ഒരു നന്മ കിട്ടിയാൽ അവൻ്റെ മീസാൻ ഭാരമാകും. തിന്മയേക്കാൾ നന്മ ഭാരമാകും. ആ മനുഷ്യന് വിജയിക്കാൻ സാധിക്കും. ആ ഒരു നന്മയ്ക്ക് വേണ്ടി മഹ്ശറയിൽ ചുറ്റി നടക്കും. ഒരു നന്മയ്ക്ക് വേണ്ടി തൻ്റെ മകനെ കണ്ടുമുട്ടും. തൻ്റെ മകനോട് പറയും, ഞാൻ നിന്റെ വാപ്പയാണ്, നിനക്ക് ഇന്നുപകാരം ചെയ്തു, ഇന്നുപകാരം ചെയ്തു. ഉപകാരങ്ങൾ മകനെ ഓർമ്മപ്പെടുത്തും. മഹ്ശറ മൈതാനിയിൽ ആ മകൻ സമ്മതിക്കും. ആ വാപ്പ വളരെ വിനയത്തോട് പറയും, ഇത്രയെല്ലാം ഉപകാരം ചെയ്ത വാപ്പക്ക് നിന്റെ ഒരു നന്മ എനിക്ക് നൽകണം, ഞാൻ രക്ഷപ്പെടും. പക്ഷെ ആ മകൻ നൽകിയില്ല. വാപ്പ പറഞ്ഞാൽ സത്യമാണ്, ഞാൻ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭയപ്പെടുന്നു, ഞാൻ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭയപ്പെടുന്നു. ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ഇവിടെ ഒരു പ്രശ്നവും ഒരു വേദനയും ബുദ്ധിമുട്ടും വരുമ്പോൾ നാം ആദ്യം ആരിലേക്കാണോ ഓടിച്ചെന്നിരുന്നത്, അവർ ഓടുന്ന ദിവസമാണ്. അവർ നമ്മളിൽ നിന്ന് ഓടുന്ന ദിവസം. ഉലമാക്കൾ എഴുതി, ആഖിറത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും വെറുക്കുന്ന കാര്യം, ഭയപ്പെടുന്ന കാര്യം തൻ്റെ മുന്നിൽ തൻ്റെ കുടുംബക്കാർ വന്ന് എത്തുന്നതിനെയാണ്. തൻ്റെ മകൻ മുന്നിലെത്താൻ ഒരാളും ഇഷ്ടപ്പെടാത്ത ദിവസം, തൻ്റെ ഭാര്യ മുന്നിലെത്താൻ ഒരു ഭർത്താവും ഇഷ്ടപ്പെടാത്ത ദിവസം, ഒരു ബന്ധവുമുള്ള വ്യക്തി എൻ്റെ മുന്നിൽ വരല്ല എന്ന് ആഗ്രഹിക്കുന്ന ദിവസമാണ് ആഖിറം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നാളെ ആഖിറത്തിൽ അല്ലാഹു തആല മനുഷ്യരുടെ മുന്നിൽ വിളംബരം നടത്തും. ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ, ദാ ഇന്ന വ്യക്തി, ദിന്നാളെ മകൻ ഇന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹക്കുണ്ടെങ്കിൽ, ഹുക്കൂക്കുകൾ ഉണ്ടെങ്കിൽ വരിൻ, വാങ്ങിച്ചെടുക്കിൻ. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു സ്ത്രീ സന്തോഷിക്കുമെന്ന് കേൾക്കുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ ഹക്ക് പറഞ്ഞ് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി
ഒരു സ്ത്രീ ആഗ്രഹിക്കും തൻ്റെ വാപ്പയുടെ വിഷയത്തിൽ, ഒരു സ്ത്രീ ആഗ്രഹിക്കും തൻ്റെ മകന്റെ വിഷയത്തിൽ, അവരുടെ വിഷയത്തിൽ എൻ്റെ ഹക്ക് പൂർത്തീകരിച്ചില്ലെന്ന് പറഞ്ഞ് അവരുടെ മേൽ തിന്മകൾ ചുമത്തി രക്ഷപ്പെടാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ദിവസമാണ് മഹ്ശർ. ഓരോരുത്തരും സ്വന്തമായി എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സഹായങ്ങൾ, ബന്ധങ്ങളില്ല എന്നല്ല, ബന്ധങ്ങൾ ശത്രുക്കളെ പോലെ. ആത്മമിത്രങ്ങൾ, അല്ലഹില്ലാ ഖലീൽ, ആത്മമിത്രങ്ങൾ ശത്രുക്കളെ പോയാവുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തെ പരസ്യമാക്കും. യൗമ തുബ്ല സറായിർ, രഹസ്യത്തെ പരസ്യമാക്കും ദിവസം. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. ആ ദിവസം നിങ്ങളുടെ മുന്നിൽ നന്മയും മഹ്ശറിൽ വെളിവാക്കും, തിന്മയും പരസ്യപ്പെടുത്തും. അല്ലമാ ഇഖ്ബാൽ അദ്ദേഹം നബിയോടുള്ള സ്നേഹത്തിൽ അദ്ദേഹം പറയുമായിരുന്നു, നാളെ മഹ്ശറിൽ എൻ്റെ മുന്നിൽ 2 അവസരങ്ങൾ നൽകിയാൽ, ഒന്നുകിൽ ഇഖ്ബാൽ നിന്റെ തിന്മകളെ ഞാൻ ഈ മഹ്ശറിൽ വെളിപ്പെടുത്തും, അള്ളാഹു തന്നോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിന്നെ ഞാൻ നരകത്തിലേക്ക് അയക്കും എന്ന് ഈ 2 അവസരങ്ങൾ എൻ്റെ മുന്നിൽ നൽകിയാൽ ഞാൻ പറയും, അള്ളാഹു നീ എന്നെ നരകത്തിലേക്ക് അയച്ചുകൊള്ളിൻ, പക്ഷെ എൻ്റെ തിന്മയെ നീ മഹ്ശറിൽ വെളിപ്പെടുത്തരുത്. കാരണം എൻ്റെ ഹബീബായ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഹബീബായ തങ്ങൾ ഈ മഹ്ശറിൽ ഉമ്മത്തിനെ കുറിച്ചുള്ള വേദനയിൽ ചുറ്റി നടക്കുന്നുണ്ട്. എൻ്റെ തിന്മ കൂടി കാണുമ്പോൾ എൻ്റെ ഹബീബ് വേദനിക്കും, അതിന് ഞാൻ കാരണമാകണ്ട. നബിയുള്ള സ്നേഹത്തിൽ അദ്ദേഹം പറയുന്ന വാക്കായിരുന്നു. നമ്മുടെ തിന്മകളെ പരസ്യമാക്കുന്ന ദിവസമാണ് ആഖിറം. യൗമ തുബ്ല സറായിർ, തിന്മയെ പരസ്യമാക്കുന്ന ദിവസം. അള്ളാഹുവിന്റെ മുന്നിൽ കഅന്നഹു ബസിജ്, നബി തങ്ങൾ പറഞ്ഞു, ഒരു പ്രസവിച്ച് വീണ ആട്ടിൻകുട്ടി, അതിൻ്റെ കാലുകൾ, ബലഹീനമായ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് പോലെ മനുഷ്യൻ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കും. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുന്നിൽ ഓരോ മനുഷ്യരും നിൽക്കും. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സതുകല്ലിമു റബ്ബു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. ഓരോരുത്തരും തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന ദിവസം നേരിട്ട് സംസാരിക്കണം, ഇടയിൽ ഒരു പരിഭാഷകനില്ല. നമ്മളെ കുറിച്ച് നമ്മുടെ ഉള്ളും പുറവും അറിയുന്ന അല്ലാഹുവിന്റെ മുന്നിൽ, നമ്മുടെ രാത്രിയും പകലും അറിയുന്ന അല്ലാഹുവിന്റെ മുന്നിൽ, നമുക്ക് മുഴുവൻ അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹുവിന്റെ മുന്നിൽ റബ്ബ് ചോദിക്കും, നിനക്ക് ഞാൻ മക്കളെ തന്നില്ലേ, നിനക്ക് ഞാൻ ഭാര്യയെ തന്നില്ലേ, നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ? ഓരോ അനുഗ്രഹം അല്ലാഹു നമ്മുടെ മുന്നിൽ ഉണർത്തും. മാ ഗർറക ബി, പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ മറന്നുപോയത്, പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ വഞ്ചിതനായി പോയത്? അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ദിവസമാണ് ആഖിറം. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമാണ്. എത്ര സമ്പാദിച്ചു കൊണ്ടുപോയാലും മതിയാകുന്ന സ്ഥലമാണ്. കഅബ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഉമറേ, നീ 70 നബിമാർക്ക് തുല്യമായ അമലുകളുമായിട്ട് ആഖിറത്തിൽ പോയാൽ എങ്കിലും നീ രക്ഷപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന ദിവസമാണ് ആഖിറം. 70 നബിമാരുടെ ഇബാദത്തിന് തുല്യമായ ഇബാദത്തുമായി അമലുകളുമായി ആഖിറത്തിലേക്ക് പോയാൽ എങ്കിലും നീ ഭയപ്പെടും, ഞാൻ രക്ഷപ്പെടുമോ എന്ന്. ജനിച്ച ദിവസം മുതൽ മരിക്കുന്ന ദിവസം വരെ സുജൂദിൽ കിടന്നാൽ തൻ്റെ അത്രയും ചെയ്താൽ പോലും ആഖിറത്തിലെത്തുമ്പോൾ കുറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കുകയുള്ളൂ. അത്രമാത്രം ആവശ്യമുള്ള സ്ഥലമാണ് ആഖിറം. ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഓരോ രാത്രിയും പകലും കഴിഞ്ഞ് നമ്മൾ യാത്രയാകുന്നത്. ആഖിറം 2 സ്ഥലത്തേക്ക് തീരുകയുള്ളൂ. ആഖിറത്തിന്റെ അവസാനം 2 സ്ഥലത്തേക്കാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, നബി തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി മാ ബഅദൽ മൗതി മിൻ മുസ്തഅതബിൻ ഇല്ലൽ ജന്നത്തു അവിൻ നാർ. ഓരോ മനുഷ്യനും ആഖിറത്തിൽ അവന്റെ മടക്കം ഇല്ലൽ ജന്നത്തു അവിൻ നാർ, ഒന്നെങ്കിൽ സ്വർഗത്തിലേക്കാണ് അല്ലെങ്കിൽ നരകത്തിലേക്കാണ്. ഈ 2 സ്ഥലത്തേക്കാണ് മനുഷ്യന് മടക്കം. നരകം അജാബിന്റെ സ്ഥലമാണ്, വേദനയുടെ സ്ഥലമാണ്. ഒരാളെ പോലും ചിരിക്കുന്നതായി അവിടെ കാണാൻ സാധിക്കുകയില്ല. ഒരു സന്തോഷവാനെ, ഒരു ചിരിക്കുന്നവനെ അവിടെ കാണാൻ സാധിക്കില്ല. വേദനയുടെ, ദുഃഖത്തിന്റെ, അലറലിന്റെ, കുറ്റം പറച്ചിലിന്റെ, പരസ്പരം ചീത്തവിളിയുടെ സ്ഥലമാണ് നരകം. ഇവ ഞങ്ങൾ പറഞ്ഞു, ഒരു സൂചിയുടെ ദ്വാരം നരകത്തിൽ നിന്ന് ദുന്യാവിലേക്ക് തുറന്നു വിട്ടാൽ ഇവിടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഒരു സസ്യവും ഉണ്ടാവുകയില്ല. ദുന്യാവ് മുഴുവൻ നശിച്ചു പോകും. നരകവാസിയെ കുടിപ്പിക്കുന്ന സഖൂമിൽ നിന്ന് ഒരു തൊട്ടി ദുന്യാവിലേക്ക് ഒഴിച്ചാൽ ദുർഗന്ധം കൊണ്ട് നിറഞ്ഞു പോകും. നരകത്തെ വിരിച്ചാൽ നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ സാധിക്കില്ല. ഒരു സഹാബി വന്ന് ചോദിച്ചു, അല്ലാഹു ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നരകത്തിൽ നിങ്ങൾ സൂക്ഷിക്കിൻ, നരകത്തിൽ കത്തിക്കുന്നത് പാറകളെയാണ്. നബിയെ,
എങ്ങനെയാണ് നരകത്തിന്റെ പാറകൾ? നബി തങ്ങൾ പറഞ്ഞു, അഅളമു മിൻ ജിബാലി ദുനിയാ കുല്ലിഹാ, ദുനിയാവിലെ മുഴുവൻ പർവ്വതങ്ങൾ ഒരുമിച്ച് കൂട്ടിയാൽ എത്രയുണ്ടോ അതായിരിക്കും നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാറ. അങ്ങനത്തെ പാറകൾക്കിടയിൽ നമ്മൾ എറിയപ്പെട്ടാൽ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ആഖിറത്തിൽ മനുഷ്യന്റെ മടക്കം നരകത്തിലേക്കാണ്, ഇല്ലെങ്കിൽ മനുഷ്യന്റെ മടക്കം സ്വർഗത്തിലേക്കാണ്. അത് സന്തോഷത്തിന്റെ സ്ഥലമാണ്, അത് ആഹ്ലാദത്തിന്റെ. അലാ ഇന്നൽ ഖൈറ കുല്ലഹു ബിഹദാഫിരിഹി ഫിൽ ജന്ന, അലാ ഇന്നൽ ഖൈറ കുല്ലഹു ബിഹദാഫിരിഹി ഫിൽ ജന്ന. എല്ലാ സുഖത്തിന്റെയും എല്ലാ ആഹ്ലാദത്തിന്റെയും എല്ലാ രസങ്ങളുടെയും പൂർത്തീകരണം നബി തങ്ങൾ പറഞ്ഞു ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. സ്വർഗം സന്തോഷത്തിന്റെ സ്ഥലമാണ്. വസീഖൽ ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. മുത്തഖീങ്ങൾ, ജീവിതത്തിൽ ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനെ നെഞ്ചോട് ചേർത്ത് ജീവിച്ചവർ, അവരെ കൊണ്ടുവരുന്നത് പറയാൻ വസീഖൽ ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. അവർ കൂട്ടം കൂട്ടമായി, അവർ കുടുംബമായി കൂട്ടമായി സ്വർഗത്തിലേക്ക് അവർ ആനയിക്കപ്പെടും. അവരോട് പറയും സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾക്ക് സലാമുണ്ട്, നിങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങൾ എന്നേക്കുമായി പ്രവേശിച്ചു കൊള്ളുക. സ്വർഗവാസികളുടെ സന്തോഷത്തിന്റെ വാക്കുകൾ ഖുർആൻ നമ്മളെ പരിചയപ്പെടുന്നു. വഖാലുൽ ഹംദുലില്ലാഹ് വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ. അവർ സന്തോഷത്തിൽ പറയും, അല്ലാഹു നിനക്കാണ് സർവസ്വം. സദഖനാ വഅദഹ, നീ ഞങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങളെ സത്യമാണ്, നീ ഒന്നും തെറ്റിച്ചിട്ടില്ല, നിന്റെ മുഴുവൻ വാഗ്ദാനവും സത്യമാണ്. സന്തോഷത്തിൽ പറയും. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല ശിഷ്യൻ കസീർ ബിൻ കസീർ റഹിമഹുല്ലാ പറയുന്നു, സ്വർഗവാസിയെ നീ സ്വർഗവാസിയാണെന്ന സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ അവൻ്റെ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അവൻ മരിച്ചു പോകും. അതിൻ്റെ പേരിൽ ചില മലക്കുകൾ അവൻ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ അവരുടെ കൈകളെ അവൻ്റെ നെഞ്ചിൻ്റെ മേൽ വെക്കും, ഇല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ മരിച്ചു പോകുമായിരുന്നു. ചില ഉലമാക്കൾ എഴുതി, സ്വർഗവാസിയുടെ സന്തോഷം അഥവാ സ്വർഗത്തിൽ മരണമുണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിൽ അവൻ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ സ്വർഗത്തിൽ മരിച്ചു പോകും. അത്രമാത്രം സന്തോഷമായിരിക്കും, അത്രമാത്രം സന്തോഷമാകാനും എന്നേക്കുമുള്ള ശാശ്വതമായ സന്തോഷം. ആദ്യം വിളിച്ചറിയിക്കും, ഇന്നലക്കും മൻ തസിഹു ഫലാ തസ്കുമു അബദാ, ഇന്നലക്കും മൻ തശിബു ഫലാ തഹ്രിമു അബദാ, ഇന്നലക്കും മൻ തനീം ഫലാ തയഅസു അബദാ. നിങ്ങൾ എന്നും യുവാക്കളായിരിക്കും, ഒരിക്കലും വാർദ്ധക്യം ബാധിക്കുകയില്ല. എന്നും സുഖത്തിലായിരിക്കും, ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുകയില്ല. എന്നും ആരോഗ്യവാന്മാരായിരിക്കും, ഒരിക്കലും രോഗികളാവുകയില്ല. മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി തആല എഴുതി, സ്വർഗവാസി എത്തുമ്പോൾ അവനക്ക് ആദ്യം കൊടുക്കുന്ന ഈ ഭൂമിയെ റൊട്ടിയാക്കി അതിൻ്റെ കഷ്ണങ്ങൾ നൽകും. എന്നിട്ട് മൗലാന എഴുതി, അതിനൊരു ഹിക്മത്ത് ഇതാണ്. ഒരു മുഅ്മിൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഭൂമിയിൽ ഒരു പ്രദേശത്താണ് ജീവിച്ചത്, അവിടെ അതിൻ്റെ പരിസരത്തുള്ള രുചികളാണ് അവൻ അനുഭവിച്ചത്. അല്ലാഹു തആല സ്വർഗത്തിലെത്തുമ്പോൾ ഈ ഭൂമിയിലെ മുഴുവൻ രുചികളെയും മധുരങ്ങളെയും ഒരുമിച്ച് കൂട്ടി റൊട്ടിയാക്കി സ്വർഗത്തിലെത്തുമ്പോൾ അതും പൂർത്തിയാക്കി അല്ലാഹു നൽകുന്നതാണ്. എല്ലാ സുഖങ്ങളും പൂർത്തിയാക്കി അല്ലാഹു തആല നൽകും. എല്ലാ സുഖങ്ങളും അത് പൂർത്തിയാകുന്ന സ്ഥലമാണ് സ്വർഗം. അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകും. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകും. അവന്റെ നഫ്സിന് ഇഷ്ടമുള്ള എല്ലാം ലഭിക്കും. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സ്വർഗീയ സ്ത്രീകളെ തയ്യാറാക്കും. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബ. അല്ലാഹു പറയുന്നു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, ഞാൻ പ്രത്യേകമായ രീതിയിൽ സ്വർഗീയ സ്ത്രീകളെ ഞാൻ സൃഷ്ടിച്ചു. കഅന്നഹുന്ന ബീദും മക്നൂൻ, കഅന്നഹുന്ന ബീദും മക്നൂൻ. അല്ലാഹു പറഞ്ഞു, അവർ മുത്തുകളെ പോലെ അല്ലെങ്കിൽ പവിഴങ്ങളെ പോലെ മുത്തുകളെ പോലെ പരിശുദ്ധരാണ്, അങ്ങേറ്റം ഭംഗിയുള്ളവരാണ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സ്വർഗീയ സ്ത്രീ അവളുടെ വിരലിനെ ദുന്യാവിലേക്ക് കാണിച്ചാൽ അവൾ ആ വിരലിന്റെ പ്രകാശം കാരണം ദുന്യാവ് പ്രകാശപൂരിതമാകും. അപ്പോൾ ആ സ്ത്രീയുടെ മുഖത്തിന്റെ ഭംഗി എത്രയായിരിക്കും. ഇന്ന ഫിൽ ജന്നതി ഹൗറാ യുഖാലു ലഹാ ഐന. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു സ്വർഗീയ ഹൂറുണ്ട്, അവളുടെ പേര് ഐന എന്നാണ്. ഇദാ മശത് മശ ഹൗലഹ, അവൾ നടന്നാൽ ആ പ്രദേശം മുഴുവൻ അവളുടെ കൂട്ടത്തിൽ നടക്കുന്ന പോലെ തോന്നും. അവൾ 70 ജോഡി വസ്ത്രം ധരിക്കും. ലയുറ ബയാദു സാഖിഹ, 70 ജോഡി വസ്ത്രം ധരിക്കുന്ന ആ സുന്ദരിയായ സ്വർഗത്തിലെ സ്ത്രീയുടെ സൗന്ദര്യം 70 ജോഡിയുടെ ഉള്ളിൽ ശരീരത്തിന്റെ വെളുപ്പ് പുറത്തുനിന്ന് കാണാൻ സാധിക്കും.
അത്ര ഭംഗിയായിരിക്കും. ആ സ്വർഗീയ സ്ത്രീയെ കാണുമ്പോൾ 40 വർഷം അവൾ നോക്കി നിൽക്കും. ചില റിവായത്തിൽ ഒരായുസ് മുഴുവൻ അവളെ മുആനക ചെയ്ത് നിൽക്കും. അത്രമാത്രം അല്ലാഹു തആല ഒരു മുഅ്മിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിഅമത്തുകൾ നിറച്ചു വെച്ചിരിക്കാൻ അല്ലാഹു തആല അവളെ സൃഷ്ടിച്ച് അസ്ഫലുഹുന്ന മിൻ മിസ്ക് വഅവസതുഹുന്ന മിൻ അംബർ വഅലാഹുന്ന മിൻ കാഫൂർ. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗീയ സ്ത്രീയുടെ അല്ലാഹു സൃഷ്ടിച്ച 3 വസ്തുക്കൾ കൊണ്ടാണ്. ഒന്ന് മിസ്ക് കൊണ്ടാണ്, കസ്തൂരി കൊണ്ടാണ്, അംബർ എന്ന സുഗന്ധം കൊണ്ടാണ്, കുങ്കുമം കൊണ്ടാണ്. ഈ 3 വസ്തുക്കൾ കൊണ്ടാണ് ഒരു സ്വർഗീയ സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന ഫിൽ ജന്നതി ഹൗറ യുഖാലു ലഹാ ലാഇബ. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു ഹൂറുണ്ട്, അവളുടെ പേര് ലാഇബ എന്നാണ്. അവൾ സമുദ്രത്തിലേക്ക് തുപ്പിയാൽ ലകാനത് തിൽകൽ ബഹ്റു അഹ്ലാ മിനൽ അസ്ൽ. ഉപ്പുരസമുള്ള ആ കടലിന്റെ വെള്ളം അത് ഉപ്പുരസം മാറി തേനിനേക്കാൾ രുചിയുള്ളതായി മാറും. അവളുടെ ഉമ്മനീരിന്റെ മാധുര്യം എത്രയാണെങ്കിൽ ആ സ്ത്രീയുടെ ഭംഗിയും അഴകും എത്രയായിരിക്കും. അല്ലാഹു തആല ആർക്ക് വേണ്ടി തയ്യാറാക്കി? മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തയ്യാറാക്കി. ഇങ്ങനെ എല്ലാ നിഅമത്ത് കൊണ്ടും അല്ലാഹ് പൂർത്തീകരിക്കപ്പെട്ട സ്ഥലമാണ് സ്വർഗം. എല്ലാ നിഅമത്തിന്റെയും പൂർത്തീകരണമാണ്. ഒരു ആലിമിനോട് ചോദിക്കപ്പെട്ടു, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയും, അവിടെ എന്തെല്ലാം നിഅമത്തുമാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, ആ സ്വർഗത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ സ്വർഗത്തിലാണ്. അത് ഏറ്റവും വലിയ നിഅമത്താണ്. നബി തങ്ങളെ കാണാൻ സാധിക്കും. ആ സ്വർഗത്തിലാണ് അള്ളാഹുവിന്റെ ലിഖാ ഉള്ളത്. ഒരു മുഅ്മിൻ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം തന്റെ റബ്ബിനെ കാണുന്ന ഭാഗ്യം. ഹദീസിൽ വരുന്നു, മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മലക്കളെ വിട്ട് വിളിക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, ഹൽ തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾ ഇനി എന്തെങ്കിലും കൂടുതൽ അനുഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടോ? ഹൽ തുരീദൂന ശൈഅൻ അസീദുക്കും, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഞാൻ എല്ലാ അനുഗ്രഹം നൽകി, ഇനി കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും, അല്ലാഹു നിന്നോട് എന്ത് ചോദിക്കാൻ, നീ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്കൊരു അർഹതയുമില്ല, നിന്റെ ഔദാര്യമായി നൽകിയതാണ്. അലം തുബയ്യിദ് വുജൂഹനാ വതുനജ്ജിനാ മിനൻ നാർ വതുദ്ഖിലനൽ ജന്ന. അല്ലാഹു നീ നരകത്തെ ഞങ്ങളെ മോചിപ്പിച്ചു, ഞങ്ങൾക്ക് സ്വർഗം നൽകി, ഞങ്ങൾ എന്ത് ചോദിക്കാനാണ്? നബി തങ്ങൾ പറഞ്ഞു, ഫയക്ഷിഫുല്ലാഹുൽ ഹിജാബ്. അല്ലാഹു തആല സമയത്ത് മുഅ്മിനീങ്ങളുടെയും അല്ലാഹുവിന്റെ ഇടയിൽ ഇതുവരെ ഉണ്ടായിരുന്ന മറ അല്ലാഹു തആല ഉയർത്തും. ഇതുവരെ റബ്ബിനെ കാണാത്ത മുഅ്മിനീങ്ങൾ, അവരുടെ മുന്നിലേക്ക് ഒരു വെളിച്ചം, ഒരു പ്രകാശം, സ്വർഗം ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും. അവർ തല ഉയർത്തി നോക്കുമ്പോൾ തൻ്റെ റബ്ബാണ്, തൻ്റെ ഉടമസ്ഥനാണ്. ഏത് റബ്ബിന്റെ മുന്നിലാണോ ജീവിതം മുഴുവൻ സുജൂദ് ചെയ്ത്, ഏത് റബ്ബിന് വേണ്ടിയാണോ തൻ്റെ ജീവിതത്തിൽ പട്ടിണി കിടന്ന്, ഏത് റബ്ബിന്റെ ശബ്ദമാണോ എല്ലാ വക്തിനും അല്ലാഹു അക്ബർ എന്ന് കേട്ടത്, അള്ളാഹുവിനെ അവന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയാണ്. യൂസുഫ് നബിയെ കണ്ടപ്പോൾ മിസ്രിലെ സ്ത്രീകൾ അവിടെ കൈവിരൽ മുറിച്ചെങ്കിൽ ആ യൂസുഫ് നബിയെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മുഖത്തിന്റെ സൗന്ദര്യം എത്രയായിരിക്കും. ആയിഷ ബീവി പറയുന്നു, എന്റെ ഹബീബായ തങ്ങൾ രാത്രി വീട്ടിൽ വന്നാൽ എന്റെ വീട് പ്രകാശിക്കുമായിരുന്നു. ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നത് ദിവസത്തിന്റെ പ്രഭാതത്തിലാണെങ്കിൽ എന്റെ സൂര്യനായ ഹബീബായ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ വീട് പ്രകാശിക്കുമായിരുന്നു. ഇങ്ങനെ ഭംഗിയുള്ള നബി തങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മുഖത്തിന്റെ ഭംഗി എത്രയായിരിക്കും. ഒരു സ്വർഗീയ സ്ത്രീയുടെ വിരലിന് മുന്നിൽ സൂര്യന്റെ പ്രകാശം മങ്ങിപ്പോകുന്നെങ്കിൽ ആ സ്ത്രീയെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മുഖത്തിന്റെ ഭംഗി എത്രയായിരിക്കും. അവരുടെ മുഅ്മിനീങ്ങൾ അവർ ഏറ്റവും സന്തോഷിക്കുന്ന സമയമാണ്. അള്ളാഹുവിന്റെ ലിഖാ ലഭിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മുഖം കാണുമ്പോൾ ഫയഖിറൂന സുജ്ജദാ. നബി തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങൾ സുജൂദിലേക്ക് വീഴും. അള്ളാഹുവിനെ കണ്ട സന്തോഷത്താൽ സുജൂദിലേക്ക് വീഴും. അല്ലാഹു തആല പറയും, ഇല്ലാ ഇർഫഉ റൂസകും, മുഅ്മിനീങ്ങളെ തലകളെ ഉയർത്തിൻ, ലസ്തും ഫീ ദാരി അമൽ ഇന്നമാ അൻതും ഫീ ദാൽ ജസാ. തലകളെ ഉയർത്തിൻ, ഇവിടെ സുജൂദില്ല, ഇവിടെ ഒരു അമലുമില്ല, ഇവിടെ ഒരു അമലിന്റെയും ആവശ്യമില്ല. ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്നത് അമൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയില്ല, പ്രതിഫലങ്ങൾ നൽകാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു സുജൂദിന്റെയും ഒരു നന്മയുടെയും ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തല ഉയർത്തിനെന്ന് പറഞ്ഞ് അവരുടെ തലകൾ അത് ഉയർത്തുന്നതാണ്. ഇങ്ങനെ സ്വർഗം എല്ലാ നിഅമത്ത് കൊണ്ടും അള്ളാഹ് നമുക്ക് വച്ചിരിക്കുകയാണ്. അങ്ങോട്ട് മടങ്ങേണ്ടവരാണ് നമ്മൾ. ദുനിയാവിൽ കുറഞ്ഞ സമയത്തേക്ക് ഒരവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ്. പക്ഷേ ഈ നിഅമത്തുകൾ ലഭിക്കണമെങ്കിൽ അത് വെറും സ്വപ്നം കൊണ്ട് ലഭിക്കുകയില്ല. അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വൽളറാഉ വസുൽസിലു. അല്ലാഹു തആല പറയാൻ, വെറുതെ ഒരു പ്രയാസവുമില്ലാതെ ഒരു അധ്വാനവുമില്ലാതെ വെറുതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ആഗ്രഹിക്കാനോ? ഇല്ല, സാധിക്കില്ല. അത് സാധിക്കില്ല. ത്യാഗം ചെയ്തവർ കഴിഞ്ഞു പോയിട്ടുണ്ട്, വലിയ ത്യാഗം ചെയ്തവർ. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. വെറുതെ ജീവിക്കുന്നവരും അധ്വാനിച്ച് ജീവിക്കുന്നവരും ഒരുപോലെയാവുകയോ? അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ.
തെമ്മാടികളും ജീവിതത്തിന്റെ അവസരങ്ങൾ പാഴാക്കിയവരും അധ്വാനിച്ചവരും ഒരുപോലെയാവുകയോ? അതൊരിക്കലും ഉണ്ടാവുകയില്ല. അധ്വാനിക്കുന്നവർ, പരിശ്രമിക്കുന്നവർ, ത്യാഗം ചെയ്യുന്നവർ, അവർക്കുള്ളതാണ് നിഅമത്തുകൾ. ഇന്ന നഈമ ലാ യുദ്റകു ബിൻ നഈം. ഒരു സുഖവും ഒരു നിഅമത്തും വെറുതെ ലഭിക്കുകയില്ല, സുഖത്തിൽ കൂടി ലഭിക്കുകയില്ല. അതിന് അർപ്പണം ആവശ്യമാണ്, ത്യാഗം ആവശ്യമാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റഹ്മത്തുള്ളാഹി തആല അലൈഹി പഴയ കാലഘട്ടത്തിൽ പൊതുവായി കുളിക്കാൻ വേണ്ടി കുളിമുറികൾ ഉണ്ടാകും. അവിടെ ചെറിയ പൈസ കൊടുക്കേണ്ടി വരും. അദ്ദേഹം കുളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തോട് പൈസ ചോദിച്ചു, കൂലി ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? പൈസ ഇല്ലെങ്കിൽ കുളിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരഞ്ഞു, അതോർത്തിട്ടില്ല. ഈ ശൈത്താൻ താമസിക്കുന്ന കുളിമുറിയിലേക്ക് പ്രവേശിക്കാൻ കൂലി വേണം. എങ്കിൽ സ്വർഗം നിഅമത്തുകൾ കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗത്തിന് മുന്നിൽ അള്ളാഹുവിനോട് കൂലി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് നൽകാനാണ്? സഹോദരന്മാർ, ഒരിക്കലും വെറുതെ ഇരുന്നാൽ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല. സഹാബാക്കൾ മുഴുവൻ ഉയർച്ചയിലേക്കും എത്തിയത് ത്യാഗത്തിൽ കൂടിയാണ്. ഇന്നാ വജദനാ ഖൈറൽ ഖൈരി ബിൽ ഖുർഹ്. സഹാബാക്കൾ പറയുമായിരുന്നു, ഞങ്ങൾക്ക് മുഴുവൻ ഖൈറുകൾ ലഭിച്ചത്, ഞങ്ങളുടെ മുഴുവൻ ഉയർച്ചയുടെയും അടിസ്ഥാനം ത്യാഗമാണ്, അർപ്പണമാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകൾ സഹിച്ചതിന്റെ പേരിലാണ്. അല്ലമാ ഇഖ്ബാൽ അദ്ദേഹം ചോദിക്കുമായിരുന്നു, ഈ സഹാബാക്കൾ സ്ഥാനത്ത് നിങ്ങൾ എങ്ങനെ എത്താനാണ്? ഈ സഹാബാക്കൾ പോകുന്ന സ്വർഗത്തിൽ നിങ്ങൾ എങ്ങനെ എത്താനാണ്? ഓ തൂ ഗുഫ്താറോ കിർദാർ, അവരാണെങ്കിൽ അവർ പ്രവർത്തിക്കുന്നവരായിരുന്നു, നീ വെറുതെ സംസാരിക്കുന്നവനാണ്. നീ വെറുതെ ചടഞ്ഞുകൂടി ഇരിക്കുന്നവനാണ്, ഒരു യാത്രക്കും ഒരു ത്യാഗത്തിനും തയ്യാറല്ല. അവരാണെങ്കിൽ യാത്രക്കാരായിരുന്നു. അങ്ങനെ സഹാബാക്കൾ തന്നെ അർപ്പണം ചെയ്തപ്പോഴാണ് ഈ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയത്. നമുക്കും ഇന്നൊരവസരമാണ്. നാളെ അല്ലെങ്കിൽ പിന്നെ അറിയില്ല. ഇയ്യാക വത്തസ്വീഫ് നബി ഞങ്ങൾ പറയുമായിരുന്നു, പിന്നെ എന്നുള്ളത് സൂക്ഷിക്കുക, അത് പിശാചിൽ നിന്നാണ്, ശൈത്താന്റെ ഭാഗത്താണ്. നരകത്തിൽ പ്രവേശിക്കുന്ന ഭൂരിഭാഗം മനുഷ്യരെയും നരകത്തിലേക്ക് പ്രവേശിക്കാൻ പ്രധാനപ്പെട്ട കാരണം നന്മയിൽ പിന്നെയാകട്ടെ, ഇനിയും അവസരമുണ്ടല്ലോ എന്ന ചിന്തയിൽ ജീവിതം പാഴാക്കിയവരാണ് അധികവും നരകത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല അവസരമാണ്. ഇതിനേക്കാൾ നല്ല അവസരം ഇനി ജീവിതത്തിൽ ലഭിക്കാനുള്ള ഇപ്പോൾ നമ്മളുള്ള അവസരം, ഇപ്പോൾ നമ്മളുടെ അവസ്ഥ, ഇപ്പോൾ നമ്മുടെ ആരോഗ്യം, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സന്ദർഭം. അതുകൊണ്ട് നന്മയുടെ വിഷയത്തിൽ പിന്നെ എന്ന ചിന്ത പിശാചിന്റെ ഭാഗത്താണ്. അള്ളാഹു നമ്മളെ കൊണ്ടുവന്നതാണ്. ഇരിക്കുന്ന ഓരോരുത്തരും ആരും സ്വന്തം വന്നതല്ല, അള്ളാഹു നമ്മളെ കൊണ്ടുവന്നതാണ്. നമ്മുടെ വിഷയത്തിൽ അള്ളാഹു നന്മയുടെ തീരുമാനം, വലിയൊരു ഖൈറിന്റെ, വലിയൊരു ഉയർച്ചയുടെ തീരുമാനമെടുക്കാൻ അള്ളാഹ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്നതാണ്. ഇനി നമ്മൾ പുറകിലേക്ക് പോയാൽ അള്ളാഹു നിരാശയനാണ്. ഒരടിമയുടെ ആവശ്യം അള്ളാഹുനില്ല. നമ്മളൊന്ന് മുന്നോട്ട് വച്ചാൽ അള്ളാഹു വളരെ നന്ദിയുള്ളവനാണ്. ചെറിയൊരു ചുവടിനെ വലുതായി സ്വീകരിച്ച് അള്ളാഹു നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകും. നമ്മൾ ചിന്തിക്കാത്തലയിൽ അള്ളാഹു ഉന്നത സ്ഥാനങ്ങൾ നമ്മൾ എത്തിക്കും. പക്ഷെ നീയത്തും ആഗ്രഹം നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അവിടെ ഇൻഷാ അല്ലാഹ് ഹിമ്മത്തായിട്ട് പറയും, ഇതുവരെ കഴിഞ്ഞ 2 മജ്‌ലിസിലും നീയത്ത് വെക്കാത്ത ഇൻഷാ ആരെങ്കിലും എണീറ്റ് ഇൻഷാ അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ 4 മാസത്തേക്ക് 40 ദിവസത്തേക്ക് ഹിമ്മത്ത് എണീറ്റ് പേര് പറയും. ഏറ്റവും നല്ല അവസരമാണ്. ഇതുവരെ പേര് പറയാത്ത കൂട്ടുകാരന് ഇപ്പോൾ ആഗ്രഹം വന്നു, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് വിളിവാക്കി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ ഒരു 4 മാസത്തേക്ക്, ഒരു 40 ദിവസത്തേക്ക് ഹിമ്മത്തായിട്ട് അല്ലാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ.